ഹിസ്റ്ററി ക്ലബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. +1 ഹിസ്റ്ററി തീം 3 ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ്. 3 വൻകരകൾക്ക് വിലങ്ങനെയുള്ള ഒരു സാമ്രാജ്യം. ഫോക്കസ് ഏരിയ 1. റോമൻ എംപയർ ആൻഡ് ഇറ്റ്സ് ജോഗ്രഫിക്കൽ പൊസിഷൻസ്. റോമൻ സാമ്രാജ്യവും ഭൂമിശാസ്ത്രപരമായ കിടപ്പും. Roman Empire covered vast area that covered most of Europe and large part of the Fertile Crescent and North Africa. The continents of Europe and Africa are separated by a sea called the Mediterranean. It stretches from Spain in the west to Syria in the east. It was called the heart of Roman Empire. റോമൻ സാമ്രാജ്യം വലിയൊരു സാമ്രാജ്യമായിരുന്നു. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചിരുന്നു. യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. പടിഞ്ഞാറ് സ്പെയിൻ മുതൽ കിഴക്ക് സിറിയ വരെ വ്യാപിച്ചു കിടന്നിരുന്നു. മെഡിറ്ററേനിയൻ കടൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നാണ് വിളിക്കുന്നത്. Rome dominated the Mediterranean and regions around it. To the north, the boundaries of the empire were formed by two great rivers, the Rhine and the Danube. To the south, a desert called the Sahara. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ റോമിൻ്റെ കീഴിലായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തി റെയിൻ, ഡന്യൂബ് നദികളായിരുന്നു. ദക്ഷിണഭാഗം സഹാറ മരുഭൂമിയുമായിരുന്നു. ഫോക്കസ് ഏരിയ 2. സോഷ്യൽ ഹയറാർക്കീസ്. സാമൂഹ്യ വിഭാഗങ്ങൾ. ടാസിറ്റസ്, എ റോമൻ ഹിസ്റ്റോറിയൻ, ഡിസ്ക്രൈബ്ഡ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ early റോമൻ എംപയർ. റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് പുരാതന റോമിലെ സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. The first strata of the society was senators. Senators were called patres, means fathers, a respectable section of the society, leading members of the noble class, members of the great house. In 3rd century, senators were roughly 1,000. They were from Italian families. They belonged to wealthiest family. Second, the equites or horsemen. They were also nobles. Second powerful section in the Roman Empire. They belonged to wealthiest family. Third, respectable section. They were middle class, bureaucracy, army, merchants, and farmers included in this section. Fourth, humiliores. Humiliores were lower classes, rural laborers which permanently employed in the large estate, workers in the industrial and mining establishments, self-employed artisans, etc. And last strata of the society was slaves. They were the lowest strata of the society. സെനറ്റന്മാർ, പാട്രസ്, പിതാക്കന്മാർ എന്നറിയപ്പെടുന്നു. സമൂഹത്തിലെ ആദരണീയ വിഭാഗങ്ങളാണ്. പ്രഭുവർഗത്തിലെ ഉയർന്ന വിഭാഗമാണ് ഇവർ. സെനറ്റിലെ അംഗങ്ങൾ ഇവരായിരുന്നു. ഇവർ സമ്പന്നരായ ഇറ്റാലിയൻ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. 2. ഇക്വിറ്റസ്, അശ്വാരൂഢ പ്രമുഖർ. ഇവരും പ്രഭു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ പ്രമുഖ വിഭാഗമായിരുന്നു. സമ്പന്ന വിഭാഗമാണ്. 3. ആദരണീയ വിഭാഗം അഥവാ മധ്യവിഭാഗം. ഉദ്യോഗസ്ഥർ, പട്ടാളക്കാർ, കച്ചവടക്കാർ, കർഷകർ എന്നിവരെല്ലാം ഈ വിഭാഗത്തിൽ പെടും. 4. വിഭാഗം ഹ്യൂമിലിയോറസ് അഥവാ കീഴാളവർഗം. വലിയ എസ്റ്റേറ്റുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, വ്യവസായശാലകളിലും ഖനികളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, സ്വയം തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന കൈവേലക്കാർ,
ഇവരൊക്കെയായിരുന്നു ഹ്യൂമിലിയോറസ് വിഭാഗത്തിൽ പെട്ടവർ. അഞ്ചാമത്തെ വിഭാഗം അടിമകൾ. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമായിരുന്നു അടിമകൾ. ഫോക്കസ് ഏരിയ 3, ലേറ്റ് ആൻറ്റിക്വിറ്റി, പിൽക്കാല പൗരാണികത. Late antiquity is the term used to describe the final fascinating period in the evolution and breakup of the Roman Empire. It refers broadly to the 4th to 7th century. This period saw considerable changes in culture, economic, and administrative level. പിൽക്കാല പൗരാണികത എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാന കാലഘട്ടത്തെയാണ്. 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണിത്. ഈ കാലഘട്ടത്തിൽ സാംസ്കാരിക, സാമ്പത്തിക, ഭരണരംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. ചേഞ്ചസ് ഇഫക്റ്റഡ് ബൈ ദ എംപറർ ഡയോക്ലേഷൻ. ഡയോക്ലേഷൻ ചക്രവർത്തി കൊണ്ടുവന്ന മാറ്റങ്ങൾ. He abandoned territories with little strategic and economic importance. He reorganized provincial boundaries. He separated civilian from military function. He granted greater autonomy to the military commanders. തന്ത്രപരമായും സാമ്പത്തികമായും പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി കുറച്ചു. പ്രവിശ്യകളുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു. പൗരന്മാരെ സൈനിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണ അധികാരം നൽകി. ഇന്നോവേഷൻസ് ഓഫ് എംപറർ കോൺസ്റ്റന്റൈൻ ഫസ്റ്റ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ. He introduced a solidus, a gold coin of 1.5 gram of pure gold. These coins minted in millions. He constructed second capital at Constantinople. അദ്ദേഹം സോളിഡസ് എന്ന സ്വർണ്ണ നാണയം പുറത്തിറക്കി. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന തലസ്ഥാനം സ്ഥാപിച്ചു. Changes in the economic life. The late antiquity period witnessed considerable changes in economic life. Economic stability and expanding population led to economic growth. Archaeological records shows investment in rural establishments like oil press and glass factories. New technologies also introduced like screw press and water mills. This period also witnessed a revival of the long distance trade. All this led to strong urban prosperity. പിൽക്കാല പൗരാണിക കാലത്ത് സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. സാമ്പത്തിക രംഗത്തെ സ്ഥിരതയും ജനസംഖ്യയുടെ വ്യാപനവും സാമ്പത്തിക സ്ഥിരതയ്ക്ക് കാരണമായി. ഗ്രാമങ്ങളിലെ എണ്ണ മില്ലുകളിലും ഗ്ലാസ് ഫാക്ടറികളിലും നിക്ഷേപം നടത്തിയതായി പുരാവസ്തു തെളിവുകളുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയായ പിരിയാണി യന്ത്രങ്ങൾ, ജലമില്ലുകൾ എന്നിവയും അവതരിപ്പിച്ചു. ചേഞ്ചസ് ഇൻ റിലീജിയസ് ലൈഫ്. മതവിശ്വാസത്തിലുണ്ടായ മാറ്റം. Romans were polytheists. They worshipped Jupiter, Juno, Minerva, and Mars. In 4th century, Emperor Constantine declared Christianity as the official religion of Roman Empire. റോമൻ ജനത ബഹുദൈവ ആരാധകരായിരുന്നു. ജൂപ്പിറ്റർ, ജൂണോ, മിനർവ, മാർസ് എന്നീ ദേവന്മാരെ ആരാധിച്ചിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം രാജ്യത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനം. റോമൻ എംപയർ ഡിവൈഡഡ് ഇൻടു 2, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ ഇൻ 4th century.
The Eastern Roman Empire came to known as Byzantine Empire. Large part of Roman Empire and Iranian Empire has fallen into the hands of Arabs. Nomadic tribes such as Goths, Visigoths, Vandals, Lombards, etc. frequently attacked Western Roman Empire. The Germanic group established their kingdom within the empire. These kingdoms described as post-Roman Empire. The most important of these were that of the Visigoths in Spain, Franks in Gaul, and Lombards in Italy. 4-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. കിഴക്കൻ റോമൻ സാമ്രാജ്യം ബൈസാന്റിയൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. അറബികൾ ശക്തി പ്രാപിച്ചു വരികയും ഇറാനിയൻ സാമ്രാജ്യത്തിൻ്റെയും റോമൻ സാമ്രാജ്യത്തിൻ്റെയും വലിയൊരു ഭാഗം കീഴടക്കുകയും ചെയ്തു. ജർമാനിക്ക് ഗോത്രവർഗക്കാരായ ഗോത്തുകൾ, വിസിഗോത്തുകൾ, ലംബാർഡുകൾ നിരന്തരം പടിഞ്ഞാറൻ സാമ്രാജ്യത്തെ ആക്രമിച്ചു കൊണ്ടിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ അകത്ത് തന്നെ അവരുടെ രാജ്യങ്ങൾ സ്ഥാപിച്ചു. ഈ രാജ്യങ്ങളെ പോസ്റ്റ് റോമൻ സാമ്രാജ്യം എന്ന് വിളിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു വിസിഗോത്തുകൾ സ്പെയിൻ, ഫ്രാങ്കുകൾ ഗൗൾ, ലംബാർഡുകൾ ഇറ്റലി സ്ഥാപിച്ച രാജ്യങ്ങൾ.